കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടിയില്ല. സഹപ്രവർത്തകർക്ക് വേണ്ടി വയലിലേക്കിറങ്ങി ഹരിതകർമ്മസേനാംഗങ്ങൾ. തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലാണ് ഹരിതകർമ്മസേന സഹവർത്തിത്വത്തിന്റെ മാതൃക തീർത്തത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലെ എം ദിവ്യയ്ക്ക് വേണ്ടിയാണ് ഇവർ ഒന്നായി വയലിലേക്കിറങ്ങിയത്. വിളവെടുക്കാൻ പാകമായ നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ തൊഴിലാളികളെ കിട്ടാതായതോടെ വയലിൽ തന്നെ നശിച്ചു തുടങ്ങിയിരുന്നു. ജോലിക്കിടെ ഹരിതകർമ്മ സേനാംഗമായ ദിവ്യ സഹപ്രവർത്തകരോട് സങ്കടം പങ്കുവച്ചു. ദിവ്യയുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ട് എല്ലാവരും വയലിലേക്കിറങ്ങി. വിളിക്കുന്ന സമയത്ത് ഹരിതകർമ്മ സേനയോട് ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ എൻ്റെ അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവത്തില്ല, വീട്ടിലേക്ക് തന്നെ ചെന്നിട്ട് വിളിച്ചിട്ട് വരുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു തമാശ രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. ഇവരെന്നോട് പറഞ്ഞു നമ്മ എല്ലാവർക്കും സമ്മതമാണ്, നമ്മ വരണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൂരാനാവോന്നില്ല, ആ ഒരു രീതിയിൽ പറഞ്ഞു. നമ്മ തയ്യാറാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവരെല്ലാവരും പറഞ്ഞ സാറോടെല്ലാം തീരുമാനിച്ച് അങ്ങനെ വന്നതാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 42 ഹരിതകർമ്മ സേനാംഗങ്ങളും ഒരേ മനസ്സോടെ കൊയ്യാനിറങ്ങിയപ്പോൾ 2 ദിവസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയായി. നമ്മളെ കൂടെയുള്ള ഒരു ഹരിതകർമ്മ സേനാംഗം കൃഷി ഇറക്കി മൂരാൻ ആളില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇത് നെല്ലെല്ലാം വീണ് മുളക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളോടൊരു സങ്കടം പറഞ്ഞതാണ്, ആരെയും ആളെ കിട്ടുന്നില്ല എന്നല്ലേ. അപ്പോൾ നമ്മൾ മുഴുവൻ 42 ഹരിതകർമ്മ സേനാ അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമുക്കത് മൂർന്നു കൊടുക്കാമെന്നില്ല തീരുമാനത്തിലെത്തി. ഈ വയലിൽ നമ്മൾ മൂരാൻ വന്നതെന്ന് വെച്ചാൽ വെറും ഒരു സേവനം എന്നുള്ളത്, നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സേവനം, അതായത് 42 പേരും കൂടി ചെയ്യുന്ന ഒരു സേവനം, അത്ര മാത്രമേ നമ്മൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളൂ. മുടങ്ങാതെ നെൽകൃഷി ചെയ്തു വരുന്ന പരമ്പരാഗത കർഷക കുടുംബമായ ദിവ്യയ്ക്ക് ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവമുണ്ടായത്. നെൽകൃഷി തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന നേരത്താണ് പ്രതീക്ഷ പകർന്ന് സഹപ്രവർത്തകരുടെ ഇടപെടൽ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും വയലിലേക്കിറങ്ങി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.